ഹലോ ഗൈസ്. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ള കാര്യം നമുക്ക് ഏറ്റവും ആദ്യം നോക്കാം. ഡെഫിനേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് യൂസ് എ സെറ്റ് ഓഫ് കോമൺ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ഓവർ ഡിജിറ്റൽ ഇന്റർ കണക്ഷൻസ് ഫോർ ദ പർപ്പസ് ഓഫ് ഷെയറിംഗ് റിസോഴ്സസ് located on or provided by the network nodes. ഓക്കെ, നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. നമുക്ക് ഇതിനകത്ത് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ചില വാക്കുകൾ ഞാൻ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ നമ്മുടെ വീട്ടിൽ 2-3 കമ്പ്യൂട്ടേഴ്സ് നിരത്തി വെച്ചാൽ അതിനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് ഓൾസോ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലെ. സോ അത് നമുക്കിനി മേജർ ആയിട്ടുള്ള ചോദിക്കേണ്ട മേജർ ഫാക്ടർ എന്താന്ന് വെച്ചാൽ വാട്ട് ഈസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ എന്താന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ സാധാരണ നോക്കുമ്പോൾ എല്ലാ നെറ്റ്വർക്ക്സും ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ആസ് എ സ്റ്റാക്ക് ഓഫ് ലെയേഴ്സ്. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു, ഫിസിക്കൽ ലെയർ, അതേപോലെ നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, അങ്ങനെ കുറെ ലെയേഴ്സ് ആയിട്ട് 5-7 ലെയേഴ്സ് ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ തിരിക്കുന്നത്, അതിന്റെ ആവശ്യം എന്തിരിക്കുന്നത്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ വന്നു കാണാം. പക്ഷെ പർപ്പസ് ഓഫ് ഈച്ച് ലെയർ ഇസ് ടു ഓഫർ സർട്ടൻ സർവീസസ് ടു ദ ഹയർ ലെവൽസ് വൈൽ ഷീഡിംഗ് ദോസ് layers from the details of how the offered services are actually implemented. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ലെയർ മുകളിലത്തെ ലെയറിന് ഒരു സർവീസ് കൊടുക്കുക. നമ്മൾ ആ ലെയേഴ്സിന്റെ ഡയഗ്രാം വരുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓരോ ലെയർ, അതായത് ഇപ്പൊ അതിനകത്ത് ഫിസിക്കൽ ലെയർ, ഡേറ്റ ലെയർ, നമ്മൾ ആ ലെയർ ഇപ്പൊ ബേസിക്കലി നമ്മൾ OSI മോഡലിലോട്ടോ അല്ലെങ്കിൽ TCP/IP മോഡലിലോട്ട് പോകുന്നില്ല. പക്ഷെ നമ്മളൊരു ജനറൽ ആയിട്ട് ഒരു ലെയേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഓരോ ലെയർ മുകളിലത്തെ ലെയറിന് അതിന്റെ ഇൻഫർമേഷൻ സർവീസസ് കൊടുക്കുന്നു. പ്രോട്ടോകോൾ ഇസ് എൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് റൂൾസ് ആണ്. രണ്ട് പാർട്ടീസ് തമ്മിൽ സംസാരിക്കാൻ വേണ്ടി, കമ്മ്യൂണിക്കേഷൻ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി സർട്ടൻ റൂൾസ് അല്ലെങ്കിൽ ചില അഗ്രിമെന്റിൽ രണ്ട് പാർട്ടീസും വരും. ആ പെർട്ടിക്കുലർ അഗ്രിമെന്റിനെയാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് കമ്പ്യൂട്ടർ സയൻസ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ലെയർ പ്രോട്ടോകോളിനെ കുറിച്ച് നോക്കാൻ വേണ്ടി ഈ ഒരു ഡയഗ്രാം നമുക്ക് നോക്കാം. നമുക്കറിയാം ഇതിനകത്ത് host 1, host 2 എന്ന് എഴുതിയിരിക്കുന്നത്. host 1 ഒരു കമ്പ്യൂട്ടർ ആണ്, host 2 is another computer. host 1 is the source computer and host 2 is the destination computer. We have 5 layers: layer 5, layer 4, layer 3, layer 2 and layer 1. Okay, layer 1-ൽ നിന്ന് താഴെ നമുക്കൊരു ഫിസിക്കൽ മീഡിയം കാണാൻ പറ്റും. ഈ ഫിസിക്കൽ മീഡിയത്തിലാണ് ആക്ച്വൽ കോൺവെർസേഷൻ നടക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ചില ഡോട്ടഡ് ലൈൻസും ചില സോളിഡ് ലൈൻസും കാണാൻ പറ്റും. ഓക്കെ, സോ ഡോട്ടഡ് ലൈൻസ് ഈസ് ദ വെർച്വൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദ സോളിഡ് ലൈൻസ് ഈസ് ദ ആക്ച്വൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സ് നോക്കാം. ദ എൻറ്റിറ്റീസ് കംപ്രൈസിംഗ് ദ കറസ്പോണ്ടിങ് ലെയേഴ്സ് ഓൺ ഡിഫറെന്റ് മെഷീൻ ആർ കോൾഡ് പിയേഴ്സ്. ഓക്കെ, ഓരോ എൻറ്റിറ്റി, അതായത് ഈ എൻറ്റിറ്റി എന്തും ആവാം, ഒരു സോഫ്റ്റ്വെയർ കോഡ് ആവാം, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് ആവാം, ഹാർഡ്വെയർ പാർട്സ് ആവാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ലെയർ 5 ഉള്ള എൻറ്റിറ്റി want to communicate with layer 5 of host 2 അല്ലെ. സോ ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഡോട്ടഡ് ലൈൻസ് വെച്ചാണ് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നടക്കുന്നുണ്ട്, പക്ഷെ ഇറ്റ്സ് വെർച്വൽ. ഓക്കെ, സോ ഈ പെർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടി ലെയർ 5 must pass the information to layer 4 on host 1 itself. അത് കഴിഞ്ഞിട്ട് layer 4 will pass the information to layer 3 and so on when it reaches layer 1 of the same host. അതെന്ത് ചെയ്യുന്നു വെച്ചാൽ ഫിസിക്കൽ മീഡിയത്തിലോട്ട് ഈ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യും. then at host 2 layer 1 will discern the information. അങ്ങനെ it will pass on to layer 2, layer 3, layer 4 and eventually layer 5 will get the information what layer 5 of host 1 wants to communicate. Okay, it is the peer that communicates by using the protocol to talk to each other. ഈ ഞാൻ പറഞ്ഞ പോലെ ഈ പിയേഴ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോട്ടോകോൾസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ HTTP പ്രോട്ടോകോൾ ഉണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വരുന്ന ഈ ലെക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഓരോ ലെയറിനും ഓരോ പെർട്ടിക്കുലർ പ്രോട്ടോകോൾസ് ഉണ്ട്. ഈ പ്രോട്ടോകോൾസ് അനുസരിച്ചാണ് പെർട്ടിക്കുലർ ലെയറിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇൻ റിയാലിറ്റി നോ ഡേറ്റ ആർ ഡയറക്ട്ലി ട്രാൻസ്ഫർ ഫ്രം ലെയർ N on one machine to layer N on another machine. Okay, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ട്ലി ലെയർ ഇവിടെ നിന്ന് നമുക്ക് ഡയറക്ട്ലി ആയിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഈച്ച് ലെയർ passes data and control information to the layer immediately below it until the lowest level is reached. Between each pair of adjacent layer is an interface. Okay, ഇനി ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നോക്കാനുള്ള ഓരോ ലെയർ, രണ്ട് ലെയറിന്റെ ഇടയ്ക്ക് ഒരു സർവീസ് ഉണ്ട്. അതിന് ഇന്റർഫേസ് നമ്മൾ പറയും. 4ഉം 5ന്റെ ഇടയിൽ ലെയർ 4/5 ഇന്റർഫേസ് എന്ന് പറയും. ഈ പെർട്ടിക്കുലർ ഇന്റർഫേസിൽ കുറെ സർവീസസ് ഉണ്ടാവും. ഈ സർവീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സർവീസസ് ഉപയോഗിച്ചിട്ടാണ് ഈ പെർട്ടിക്കുലർ ലെയേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്.
Okay. The interface defines which primitive operations and services the lower layer makes available to the upper one. Okay, ഈ particular interface ആണ് decide ചെയ്യുന്നത് ഏതൊക്കെ services ആണ് lower layer should transfer to upper layer. A set of layers and protocols is called a network architecture. ഇങ്ങനത്തെ ഒരു set of layers-ഉം പിന്നെ protocols-ഉം ഈ ഹൊറിസോണ്ടൽ ആയിട്ട് ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് പ്രോട്ടോകോൾസും ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ലെയർ ഇന്റർഫേസും കൂടെയാണ്. സോ ഇങ്ങനത്തെ സെറ്റ് ഓഫ് ഇന്റർഫേസസും പ്രോട്ടോകോൾസും ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ എന്ന് വിളിക്കുക. ഓക്കെ, ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി നമുക്ക് ഫിലോസഫർ ട്രാൻസ്ലേറ്റേഴ്സ് സെക്രട്ടറി ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലൊക്കേഷൻ, ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഒരു ഇംഗ്ലീഷ് ഫിലോസഫർ, അതേപോലെ വേറൊരു ലൊക്കേഷനിൽ ഒരു ചൈനീസ് ഫിലോസഫറും കൂടെ ഉണ്ട്. ദേ ബോത്ത് വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്, അവർക്ക് രണ്ടുപേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷേ ദ ഇംഗ്ലീഷ് ഫിലോസഫർ ഡസ് നോട്ട് നോ ചൈനീസ് ആൻഡ് ചൈനീസ് ഫിലോസഫർ ഡസ് നോട്ട് നോ ഇംഗ്ലീഷ്. അപ്പൊ അവരെന്ത് ചെയ്യും? അപ്പൊ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ബേസിക് നമ്മൾ സാധാരണ ഒരു നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം ഒരു ട്രാൻസ്ലേറ്റേഴ്സിനെ വെക്കും. ഈച്ച് ഫിലോസഫർ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ട്രാൻസ്ലേറ്ററിനെയും ഹയർ ചെയ്തു, അതുപോലെ വെറ്ററിനെയും, അതായത് ഓഫീസ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരാളെയും ഹയർ ചെയ്തു. ഓക്കെ, ദേ ബോത്ത് ഹയർഡ് ഈച്ച് വൺ ഓഫ് ദം. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ ദ ഫസ്റ്റ് ഫിലോസഫർ, ദാറ്റ് മീൻസ് ദ ഫിലോസഫർ ഹു നോസ് ഇംഗ്ലീഷ്, അയാൾക്ക് ഫിലോസഫർ അറ്റ് ലൊക്കേഷൻ ബിയിനോട് പറയണം ഐ ലൈക്ക് റാബിറ്റ്സ്. ഓക്കെ, ബട്ട് എന്താണ് നമുക്കറിയാം ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. സോ what he does is that അയാള് ഈ പെർട്ടിക്കുലർ ഐ ലൈക്ക് റാബിറ്റ്സ് എന്ന് പറഞ്ഞ മെസ്സേജ് ട്രാൻസ്ലേറ്ററിനോട് പറഞ്ഞു. സോ ട്രാൻസ്ലേറ്റർ വിൽ ട്രാൻസ്ലേറ്റ് ദിസ് ഇൻ ടു what language? She does not know അത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. So what she will do is that she will communicate with this another translator who is serving the philosopher at location B. Okay, ഈ particular translator, ഈ രണ്ട് ട്രാൻസ്ലേറ്റേഴ്സും ഒരു ധാരണയിലെത്തും that whatever they are using, we don't have to worry about that. Let us use the language which we both know. അവർക്ക് രണ്ടുപേർക്കും അറിയുന്ന ഒരു ലാംഗ്വേജിനെ അവർ സെലക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഈ ഫിലോസഫർ പറഞ്ഞു ഐ നോ ഡച്ച്. So translator at location A also said that I also know Dutch. അപ്പൊ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ വരുന്ന മെസ്സേജസിനെ ഡച്ചിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ, സോ ഇറ്റ് ഈസ് അഗ്രിമെന്റ് ബിറ്റ്വീൻ ദീസ് ടു. അപ്പൊ ഈ അഗ്രിമെന്റ് നമുക്ക് വേണമെങ്കിൽ പ്രോട്ടോകോൾ എന്ന് വേണമെങ്കിൽ പറയാം. സോ നമുക്ക് വീണ്ടും നോക്കാം. ഈ ലൊക്കേഷൻ എ ഐ ലൈക്ക് റാബിറ്റ്സ് എന്നുള്ള ഒരു മെസ്സേജ് ലൊക്കേഷൻ എയിൽ ട്രാൻസ്ലേറ്റ് വന്ന് ട്രാൻസ്ലേറ്റർ വിൽ ട്രാൻസ്ലേറ്റ് ദാറ്റ് പെർട്ടിക്കുലർ മെസ്സേജ് ഇൻ ടു ഡച്ച്. Okay, എന്നിട്ട് what she will do is that she will pass on that message to the office worker, അല്ലെ, മാനേജറിനെ പാസ് ചെയ്ത്. സോ ദ സെക്രട്ടറി, what will secretary do? സെക്രട്ടറി വിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മെസ്സേജിനെ ജസ്റ്റ് പാസ് ചെയ്യുവാണ് ലൊക്കേഷനിൽ, ഏത് ലൊക്കേഷൻ ആണോ ആ ലൊക്കേഷനിലോട്ട് പാസ് ചെയ്യുവാണ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ദേ ആർ യൂസിങ് ഇമെയിൽ. ഓക്കെ, സോ അതും ഒരു പ്രോട്ടോകോൾ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇമെയിൽ ആണ് അയച്ചത്, ബട്ട് ദി അതർ സെക്രട്ടറി ഷീ ഈസ് ലുക്കിംഗ് ഇൻ ദ ഫോൺ, അല്ലെങ്കിൽ ഫോൺ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഷി വോണ്ട് ബി ഏബിൾ ടു ഗെറ്റ് ദാറ്റ് മെസ്സേജ്. ഓക്കെ, സോ they both agreed that it should be either fax or it should be either mail or എന്താന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള അഗ്രിമെന്റ് ആണ്. അതും ഒരു പ്രോട്ടോകോൾ ആണ്. ഓക്കെ, സോ ഈ പെർട്ടിക്കുലർ മെസ്സേജ് ഡച്ചിൽ കിട്ടി ആൻഡ് ദേ ആർ സെൻഡിങ് ഇറ്റ് വയ ഫാക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ ആ ലൊക്കേഷൻ ബിയിലുള്ള ആ സെക്രട്ടറിന് ഈ പെർട്ടിക്കുലർ മെസ്സേജ് കിട്ടി ആൻഡ് വാട്ട് ഷീ വിൽ ഡു ഇസ് ദാറ്റ് ഷീ വിൽ ട്രാൻസ്ഫർ ഇറ്റ് ടു the translator at that particular location, and the translator will get the message in Dutch and he will translate that into Chinese. എന്നിട്ട് the philosopher will be able to read that message. Okay, so ഇവിടെ ആക്ച്വലി നടക്കുന്ന എന്താന്ന് വെച്ചാൽ ഇത് നടക്കുന്നത് ഇവിടെ ഒരു പ്രോട്ടോകോൾ പ്ലസ് സർവീസസ് അല്ലെ. സോ ഇവിടെ നമ്മൾ നോക്കാം ഇവിടെ ഒരു ഫിലോസഫർ ഹീസ് ഗിവിംഗ് ദ മെസ്സേജ് ടു ദ ട്രാൻസ്ലേറ്റർ, അവിടെ ഒരു പെർട്ടിക്കുലർ സർവീസ് നടക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ട്രാൻസ്ലേറ്റർ ദാറ്റ് ഷീസ് ട്രാൻസ്ലേറ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ മെസ്സേജ് ടു ഡച്ച്. അത് ഈ ട്രാൻസ്ലേറ്റേഴ്സ് തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് ആണ്. ഓക്കെ, ദ ഫിലോസഫർ ഹാസ് നോട്ട് ടു വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ ഇവിടെ നടക്കുന്നത് പ്രോട്ടോകോൾ പ്ലസ് ലെയർഡ് ആർക്കിടെക്ചർ ആണ്. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ, വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് നെറ്റ്വർക്ക് ആർക്കിടെക്ചർ. ഓക്കെ, സോ ഇനി കുറച്ചുകൂടി ടെക്നിക്കൽ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മൾ ആ പെർട്ടിക്കുലർ എക്സാമ്പിൾ നമ്മൾ മനസ്സിൽ വെക്കുവാണെങ്കിൽ ഈ സെയിം സംഭവം നടക്കുന്നത് ടെക്നിക്കൽ രീതിയിൽ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ 5 ലെയർ നെറ്റ്വർക്കിന്റെ കാര്യം പറയുന്നത് വെച്ചെങ്കിൽ അറ്റ് 5th ലെവൽ ഫോർ എക്സാമ്പിൾ നമുക്ക് എം എന്ന് പറഞ്ഞൊരു മെസ്സേജ് കിട്ടി. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമുക്ക് എം എന്ന് പറഞ്ഞ മെസ്സേജ് ആണ് എനിക്ക് സെൻഡ് ചെയ്യേണ്ടത് ടു ഡെസ്റ്റിനേഷൻ മെഷീൻ. ഓക്കെ, സോ വാട്ട് ഐ വിൽ ഡു ഇസ് ദാറ്റ് ഐ വിൽ പാസ് ഓൺ ദിസ് മെസ്സേജ് ടു ലെയർ 4. അപ്പൊ ലെയർ 4 എത്തുമ്പോഴേക്കും
layer 4 will add a header. Okay, ഇതിനാണ് ഹെഡർ എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, ഈ ഹെഡർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഹെഡറിൽ എനിക്ക് ഇൻഫോർമേഷൻ ഉണ്ടാവും. ഓൾ ദീസ് ഇൻഫോർമേഷൻ വിച്ച് ഐ ആം പ്ലാനിങ്, ഏത് പ്രോട്ടോകോളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ ഏത് ഡെസ്റ്റിനേഷനോട്ട് സെൻഡ് ചെയ്യുന്നത്, അതിന്റെ എല്ലാ ഇൻഫോർമേഷൻ ഈ പെർട്ടിക്കുലർ ഹെഡറിൽ കാണും. സിമിലർലി ഈ ലെയർ 4 വിൽ പാസ് ഓൺ ടു ലെയർ 3. ലെയർ 3ന്റെയും ഹെഡർ ഇവിടെ ഇടും. ആൻഡ് നമ്മൾ നോക്കും ഇത് ഈ പെർട്ടിക്കുലർ ലെയറിൽ നമ്മൾ ഫ്രാഗ്മെന്റ് ചെയ്യുന്നുണ്ട്. വൈ? ബിക്കോസ് വലിയൊരു പാക്കറ്റ് സെൻഡ് ചെയ്യാൻ നമുക്ക് പാടായിരിക്കും. സോ വി യൂസ് ഫ്രാഗ്മെന്റേഷൻ. അതിട്ട് തിരിച്ചുവിടെ എത്തുമ്പോഴേക്ക് ഇറ്റ് വിൽ ബി ഡീഫ്രാഗ്മെന്റഡ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അതായത് നമ്മുടെ OSI മോഡൽ, TCP/IP മോഡൽ പഠിക്കുമ്പോഴേക്കും ഓരോ ലെയേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഓരോ പ്രോട്ടോകോളും വ്യക്തമായി നമ്മൾ പഠിക്കും. ഓക്കെ, സോ ലെയർ 2 എത്തിയപ്പോഴേക്കും ലെയർ 2 വിൽ ഓൾസോ ആഡ് ഇറ്റ്സ് ഓൺ ഹെഡർ. ആൻഡ് 1 ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ട് ഫിസിക്കൽ മീഡിയത്തിലൂടെ ആക്ച്വൽ ആയിട്ട് നമ്മൾ ഇതിനെ സെൻഡ് ചെയ്യുന്നു. ദെൻ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇവിടെ ആ പെർട്ടിക്കുലർ മെസ്സേജിന് തന്നെ, ഫോർ എക്സാമ്പിൾ ബിഗ് പൈൽ ഓഫ് ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയത്, ലാസ്റ്റ് ഇട്ട ഹെഡർ ലാസ്റ്റ് ലെയർ 2 ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലെയർ ലാസ്റ്റ് ഇട്ട ആളാണ് ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ലെയർ 1 വിൽ പാസ് ഓൺ ടു ലെയർ 2. സോ ലെയർ 2 വിൽ വാട്ട് ഇറ്റ് വിൽ ഡു, ഇറ്റ് വിൽ ടേക്ക് ഹെഡർ H2 അല്ലെ, ബിക്കോസ് ഇറ്റ് ഹാസ് ഓൺലി ടു ഡു വിത്ത് H2 അല്ലെ. സോ എന്നിട്ട് തേർഡ് ലെയറിലോട്ട് പാസ് ചെയ്യുമ്പോഴേക്കും the layer 3 will take the H3 which was added by the source machine. അല്ലേ? അതേപോലെയാണ് ഓരോ ലെയേഴ്സും അവരവരുടെ ഹെഡേഴ്സിനെ ഡീഫ്രാഗ്മെന്റ് എടുത്ത് നോക്കി എന്തൊക്കെയാണ്, ഏത് പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതിനനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ നടക്കും. സോ ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഹോറിസോണ്ടലി, ബട്ട് ഇറ്റ് ഈസ് നോട്ട്, അതൊരു റിയൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല, അത് ഒരു വെർച്വൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ആക്ച്വൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വെർട്ടിക്കലി ആണ്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഓരോ മെസ്സേജിൽ നമ്മൾ ഓരോ ഹെഡേഴ്സിനെ എടുത്ത് ലാസ്റ്റ് ആയിട്ടുള്ള ഹെഡർ എടുത്ത് നമ്മൾ ഫസ്റ്റ് എടുത്ത് നോക്കും. അപ്പൊ ഈ പെർട്ടിക്കുലർ എന്താണ് ഓപ്പറേഷൻ നമ്മൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ പ്രോട്ടോകോൾ സ്റ്റാക്ക്. ഓക്കെ, സ്റ്റാക്കിന്റെ ഓപ്പറേഷൻ ആണ് ലാസ്റ്റ് അയച്ച ഹെഡേഴ്സിനെ ഏറ്റവും ആദ്യം എടുത്ത് നോക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി നമുക്ക് ഒരു രണ്ട് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ലെയർഡ് ആർക്കിടെക്ചറിനെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ വി ഹാവ് രണ്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്, OSI മോഡൽ അതേപോലെ TCP/IP മോഡൽ. അപ്പൊ അതിൽ നമ്മൾ ഓരോ ലെയർ എന്താണെന്ന്, ആ ലെയർ ഏതൊക്കെ പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് നോക്കും. പക്ഷെ ബേസിക് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ ആർക്കിടെക്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. വെറും നമ്മൾ OSI മോഡൽ അല്ലെങ്കിൽ TCP/IP മോഡൽ ഓരോ പ്രോട്ടോകോൾസ് പഠിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ആക്ച്വലി എങ്ങനെയാണ് രണ്ട് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, ഏതൊക്കെ പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നത്, ഏത് പ്രോട്ടോകോൾ ഏത് ലെയറിലാണ് യൂസ് ചെയ്യുന്നത്, ആക്ച്വലി നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ പിയേഴ്സ് തമ്മിൽ എങ്ങനെയാണ്, ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ പെർട്ടിക്കുലർ എക്സാമ്പിൾസും ഇതിന്റെ ബേസ് മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ നോക്കിയാലേ നമുക്ക് സാധിക്കുള്ളൂ. ഇനി വരുന്ന ലെക്ചേഴ്സ് നമുക്ക് ഓരോ ലെയേഴ്സിനെയും ക്ലിയർ ചെയ്തിട്ട് ഓരോ ലെയേഴ്സിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് എല്ലാ പ്രോട്ടോകോൾസും നമുക്ക് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് കീപ് ഓൺ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.